PSC നിയമനം വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിൽ CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിക്ക് സാധ്യത. വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് ചേരാനിരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം മാറ്റിവെച്ചു. കോഴി ആരോപണത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പങ്കുൾപ്പെടെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ ആവശ്യപ്പെട്ടു. പാർട്ടി കീഴ്ഘടകങ്ങളിൽ റിപ്പോർട്ടിംഗ് നടക്കുന്നതിനാൽ ജില്ലാ സെക്രട്ടേറിയറ്റ് ഒഴിവാക്കിയെന്നാണ് വിശദീകരണം. കോഴ ആരോപണത്തിൽ ജില്ലാ സെക്രട്ടറി നിശ്ചയിച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് യോഗത്തിൽ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. കോഴ വാങ്ങിയെന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയാൽ യുവാവിനെതിരെ നടപടിയുണ്ടാകും. കോഴ ആരോപണത്തിൽ പാർട്ടിതല അന്വേഷണം മതിയാകില്ലെന്നും കോടതി നിരീക്ഷണത്തിലുള്ള അന്വേഷണം വേണമെന്നും DCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. കോഴിക്കോട്ടെ CPM-നകത്ത് ഇപ്പോൾ നടക്കുന്നത് ഞാൻ എടുത്തു പറയുന്നു, ആശയപരമായ തർക്കങ്ങളല്ല, മാഫിയകൾ തമ്മിലുള്ള പോരാട്ടമാണ്. ഓരോ മാഫിയയുടെയും തർക്കം വരുമ്പോൾ രണ്ടു ഭാഗത്തും ഒന്ന് മന്ത്രി റിയാസിന്റെ നേതൃത്വ ലോബിയും മറുഭാഗത്ത് പാർട്ടി ലോബിയുമാണ്. ഗവൺമെൻറ് കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിക്കണം, എങ്കിലേ ഗവൺമെൻറ്റിന് പങ്കില്ലാതെ വിശ്വസിക്കാൻ പറ്റും. മന്ത്രി റിയാസിന് പങ്കെടുത്തോളം കാലം അത്തരമൊരു നടപടി പോലീസും സർക്കാരും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി ഇത് അന്വേഷിക്കണമെന്നുള്ള പോരാട്ടവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും. PSC നിയമനത്തിനായി 60 ലക്ഷം രൂപ കോഴ ആവശ്യപ്പെട്ടുവെന്നും അതിന്റെ ആദ്യ ഘടുവായി 22 ലക്ഷം രൂപ നൽകിയെന്നും പരാതിയിൽ പറയുന്നു. ആരോപണ വിധേയനായ യുവനേതാവിന്റെ അടുപ്പക്കാരനായ മന്ത്രി മുഹമ്മദ് റിയാസിനും ഇടപാടിൽ ബന്ധമുണ്ടെന്ന ആരോപണമുണ്ട്. പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗവും പണം നൽകിയ ഡോക്ടറും സംസ്ഥാന സെക്രട്ടറിക്ക് ഇതു സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. നേതാവിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. എന്നാൽ ആരോപണം ശരിവെച്ച് നടപടിയെടുത്താൽ ഈ ഘട്ടത്തിൽ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നാണ് മറ്റൊരു വാദം. റിപ്പോർട്ടർ, കോഴിക്കോട്.